ഹലോ ഗായ്സ്. അങ്ങനെ ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് ഇന്നത്തോടു കൂടി. ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊരു റിയാക്ടിങ് ചാനൽ, അതായത് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, മെയിനായിട്ട് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ പറയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെയൊക്കെയാണല്ലോ ഓരോരുത്തരും ഓരോ സീക്രട്ട് ഏജൻറ്റ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കാം. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം, ഷെയർ ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് കമൻറ്റിൽ രേഖപ്പെടുത്താം, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചർച്ച എന്ന് പറയുന്നത് മിസ്റ്റർ ട്രോളൻ്റെ ഒരു ചാറ്റ് ഇഷ്യൂ ആണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊളിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫെയിം ഉണ്ടാക്കി തരും, അതേസമയം നെഗറ്റീവ് ഫെയിം ഉണ്ടാക്കി തരും. അങ്ങനെ എന്ത് തന്നെ വന്നാലും അതൊരു നേരിടാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ ആയിരിക്കണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങേണ്ടതും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും. അപ്പോൾ നമ്മുടെ ട്രോളൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രോളൻ്റെ ചാനലിലും അല്ലെങ്കിൽ ഇൻസ്റ്റാ സ്റ്റോറീസിലൊക്കെ മുമ്പേ പറയാറുണ്ട്, ആൾ അത്യാവശ്യം അത്ര വലിയ മാന്യനോ കാര്യങ്ങളൊന്നുമല്ല, സാധാരണ നമ്മളെല്ലാവരെയും പോലെ അത്യാവശ്യം ഫ്ലേർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു പയ്യനാണ്, സാധാരണക്കാരനാണ്, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മളിത്ര റീച്ചായി നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ നമ്മുടെ ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ നമ്മൾ അങ്ങനെയുള്ളവർക്ക് മെസ്സേജ് അയക്കുമ്പോൾ ചിലപ്പോൾ അവരത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ നമ്മളിപ്പോൾ നല്ലൊരു കിടിലം പയ്യനാണ്, നമുക്കങ്ങനെ നെഗറ്റീവ്സ് ഒന്നും ഇല്ല എന്നുള്ളൊരിതും അവരുടെ മനസ്സിൽ നമ്മളെങ്ങനെയും തകർക്കണം അല്ലെങ്കിൽ പൊളിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുമെന്ന് ട്രോളൻ എപ്പോഴും ഓർക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ സംഭവിക്കാവുന്നതാണ്, അങ്ങനെ സംഭവിച്ചതാണ്. ഇപ്പോൾ ട്രോളൻ ആദ്യമേ ആ ഒരു ചാറ്റ് തുടങ്ങിയ രീതിയായിരുന്നു സത്യം പറഞ്ഞാൽ പ്രശ്നമായ ഇതായത്. അതായത് ട്രോളൻ ചാറ്റ് ചെയ്ത് തുടങ്ങുന്ന തന്നെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റില്ല, വാനിഷ് മോഡ് ഓണാക്കാൻ വന്നിട്ട് നമുക്ക് ട്രൂത്ത് ഓർ കളിക്കാം, അങ്ങനത്തെ ഒരു മനസ്സിലല്ല തുടങ്ങിയത്. അതൊരു വലിയ പ്രശ്നം പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ കുട്ടി അതിനനുസരിച്ച് തിരിച്ച് റിപ്ലൈ കൊടുത്തു, അങ്ങനെ ഇങ്ങനെ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രോളിന് ഇങ്ങനത്തെ ഒരു രീതിക്ക് തന്നെയായി എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, ആ കുട്ടിയുടെ കസിന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ട്രോളൻ ഇങ്ങനെയാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ കസിൻ എന്ത് ചെയ്തു, കസിൻ്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തു, ഇവനെ ഒന്ന് എക്സ്പോസ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ അങ്ങനത്തെ കാര്യങ്ങൾ ആ ഒരു രീതിയിൽ ട്രോളൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അപ്പോൾ ട്രോളനൊരു ഇൻട്രസ്റ്റ് വരുന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അതാണ് അവിടെ പ്രശ്നമായത്. അപ്പോൾ എന്തായി, ഇപ്പോൾ അതവർ സ്ക്രീൻഷോട്ട് എടുത്തു അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തു, ചാറ്റ് ഫുൾ പുറത്തു വിടാമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും കണ്ടെടുത്തോളം അങ്ങനെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഒരു ഫെയിമിൽ നിൽക്കുമ്പോൾ, അതായത് അത്ര ഫെയിമായ നമ്മൾ നല്ല ഉദ്ദേശിക്കുന്നത് മിസ്റ്റർ ട്രോളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ സംസാര രീതി അങ്ങനെ ഏതാണ്. അപ്പോൾ അത്രയും ഫെയിമിൽ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി അവിടെ നിന്ന് താഴെ വീഴാൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി ശ്രദ്ധിക്കണം. എനിക്കിപ്പോൾ സത്യം പറഞ്ഞ ഓർമ്മ വരുന്നത് മറ്റേ ഹാഷിറിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അതായത് അവൻ പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ എത്ര ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാലും നമ്മളെ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മതി, ഒരു കുഞ്ഞ മിസ്റ്റേക്ക് മതി, അതൊക്കെ തിരിച്ചടിയാവും. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഫെയിമായി നിൽക്കുന്നവരുടെയൊക്കെ തകർച്ച കാണാനായിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഒഴിയാണ് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യുന്നു അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മുടെ കാരണത്താൽ അപ്പോൾ അതാണ് നമ്മുടെ കാരണത്താൽ നമുക്കൊരു നെഗറ്റീവ് വരുത്താതെ പരമാവധി ശ്രമിക്കുക.